ഹായ് കൂട്ടുകാരെ, ഇൻട്രോ ആയിട്ട് ഞാനൊന്നും പറയുന്നില്ല. നമ്മുടെ വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എങ്കിൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആരുടെ ഓർമ്മയ്ക്കായാണ് വായനാ ദിനം ആചരിക്കുന്നത്? ആരുടെ ഓർമ്മയ്ക്കായാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. രണ്ടാമത്തെ ചോദ്യം, ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയ വർഷം? 1996 മുതലാണ് കേട്ടോ ആചരിച്ചു തുടങ്ങിയത്. ചെമ്മീൻ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം തകഴി. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. ഒരു ദേശത്തിൻ്റെ കഥ ആരുടെ കൃതിയാണ്? ഉത്തരം SK പൊറ്റക്കാട്. വീണപൂവ് എന്ന കവിത രചിച്ച മഹാകവി ആര്? ഉത്തരം കുമാരനാശാൻ. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന മഹാകവി ആര്? ഉത്തരം വള്ളത്തോൾ. മലയാളത്തിലെ ആദ്യ ആനുകാലിക പത്രം ഏതാണ്? ഉത്തരം രാജ്യ സമാചാരം. മലയാള ലിപി ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം? ഹോർത്തൂസ് മലബാറിക്കസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അല്ലമീൻ പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അടുത്ത ചോദ്യം, എഴുത്തച്ഛൻ്റെ മുഴുവൻ പേര് എന്ത്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ്റെ സ്മാരകം തുഞ്ചൻപറമ്പ് ഏത് ജില്ലയിലാണ്? ഉത്തരം മലപ്പുറം. ജ്ഞാനപീഠം അവാർഡ് നേടിയ ആദ്യ സാഹിത്യകാരൻ ആര്? ഉത്തരം G. ശങ്കരക്കുറുപ്പ്. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം JC ഡാനിയേൽ. വയലാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി ആരാണ്? ഉത്തരം വയലാർ രാമവർമ്മ. 2016 എഴുത്തച്ഛൻ അവാർഡ് നേടിയത് ആർക്കാണ്? ഉത്തരം C. രാധാകൃഷ്ണൻ. മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആരാണ്? ഉത്തരം കുമാരനാശാൻ. മാമ്പയം എന്ന കവിതയുടെ രചയിതാവ് ആര്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അടുത്ത ചോദ്യം, കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ഉള്ളൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ അവാർഡ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ അവാർഡ് ജ്ഞാനപീഠം അവാർഡാണ് കേട്ടോ. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലത. ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ഗായകൻ ആര്? ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ഗായകൻ ഉത്തരം യേശുദാസ്. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. കമല സുരയ്യ എന്ന പേരിൽ അറിയപ്പെട്ട മലയാള കവയിത്രി ആരാണ്? കമല സുരയ്യ എന്ന പേരിൽ അറിയപ്പെട്ട മലയാള കവയിത്രിയാണ് മാധവിക്കുട്ടി. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിന് എന്നത് ആരുടെ വരികളാണ്? ഉത്തരം വയലാർ. തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.